ഹലോ ഗൈസ്, ഞാൻ ഹബീബ്, ഞാൻ ബാദുഷ. വെൽക്കം ടു HB റിയാക്ട്സ്. ഗൈസ്, ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കരമായിട്ട് പ്രതീക്ഷയോടെ കാത്തിരുന്ന എമ്പുരാൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. കുറച്ച് വൈകിപ്പോയി, എന്നാലും റിയാക്ഷൻ ചെയ്യാം അല്ലേ. അതിനുശേഷം ബൈ സംസാരിക്കാം. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എൻ്റെ മക്കൾ. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെയും നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. और राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ये दया दिखाने के लायक ही नहीं होते, पर शुरू से वो एक के नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? Ma'am, you are going live. 5, 4, 3. उसकी आंखें सब देख रही है. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോ ഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്ന ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. Face the world, Abraham. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. Zaid Masood. We have to end this war. So Stephen, come back. Save your land. Save God's own country. But answer this one question. Who are you really? Lucifer. ആർച്ചിലെത്തോ കിഡിലൻ. ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ. കുറച്ചാൾ അപ്ഡേറ്റുകളൊന്നും ഇല്ലാണ്ടിരുന്നപ്പോ ഒന്ന് പേടിച്ചിരുന്നു, മൊത്തത്തിൽ ഹൈപ്പ് ഒന്ന് കുറയുമെന്ന്. ലൈക്കായിട്ട് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഫണ്ട് ഇഷ്യൂടെ പ്രശ്നമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ആകെ പണി കിട്ടി കഴിഞ്ഞാൽ മൊത്തത്തിൽ റിലീസിനെ തന്നെ ബാധിക്കുമെന്നുള്ള രീതിയിലൊരു ചർച്ച വരെയൊക്കെ എത്തിയത്. അപ്പോഴാണ് നമ്മുടെ ഗോപാലേട്ടൻ അല്ലേ, ഗോപാലൻ അതിലിടപെട്ട് അങ്ങനെ കോപ്രൊഡ്യൂസർ രീതിയിലേക്ക് വന്ന്. അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് പോകണം ഇപ്പോൾ അല്ലേ. അതിൽ നല്ല രീതിക്ക് ഹൈപ്പ് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ പുറത്തൊക്കെ
ഇന്ത്യക്ക് പുറത്തൊക്കെ ബുക്കിംഗ് ഓപ്പൺ ആക്കി പെട്ടെന്ന് തന്നെ ടിക്കറ്റ്സ് ഒക്കെ തീർന്നുകൊണ്ട് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലൊക്കേഷൻസിൽ ഇറക്കുന്ന സൗത്ത് ഇന്ത്യൻ മൂവി എന്നുള്ള റെക്കോർഡ് കുറേ സ്ഥലങ്ങൾ ജർമ്മനിയിലൊക്കെ അങ്ങനെ കുറേ റെക്കോർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് പുതിയത്. പ്രീസെയിൽ തന്നെ മരക്കാരാണ് ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻ വേൾഡ് വൈഡ് 20 കോടി എന്താണ് ഫസ്റ്റ് ഡേ. അപ്പോൾ അതിനെ പ്രീസെയിൽ നിന്ന് തന്നെ വെട്ടിച്ചെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടില്ല. നാളെ 21-ാം തീയതി രാവിലെ 9 മണിക്ക് ബുക്കിംഗ് ഓപ്പൺ ആവും. അപ്പോൾ ഇവിടെ ബുക്കിംഗ് തീ പോലെ നിന്ന് കത്തും അല്ലേ, പെട്ടെന്ന് തന്നെ ടിക്കറ്റ് തീരാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും ലിയോയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ 12 കോടി അതും വെട്ടിക്കുമെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത റെക്കോർഡ് ഐമാക്സിൽ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ മലയാള സിനിമ എന്നുള്ള റെക്കോർഡ്. പിന്നെ ട്രെയിലറെ കുറിച്ച് പറയാൻ ഭയങ്കര ഗൂസ് ബംസ് കിട്ടി അല്ലേ. ഈ ഇപ്പൊ എന്താ പറയാ, ഈ 1ന്റെ മുകളിൽ കവച്ച് വെക്കുന്ന ഒരു ട്രെയിലർ ആവോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അതിലും അടുപ്പിനായിട്ട് തന്നെ ട്രെയിലർ കട്ട്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഭയങ്കര സെറ്റപ്പ്. പിന്നെ ബിജിഎംസ് ലാസ്റ്റത്തെ പോർഷനൊക്കെ ഭയങ്കര ഇന്റൻസിറ്റി അല്ലെ, ഭയങ്കര സെറ്റപ്പ് സാധനം എടുത്താണ്. എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാനുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരു കാത്തിരിപ്പ് തന്നെയാണ്. അതിൽ 27-ാം തീയതി റിലീസാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ കളക്ഷൻ മിക്കതും തൂക്കും. ലിയോട് ഒട്ടിക്കും, വേൾഡ് വൈഡ് ഒട്ടിക്കും. നല്ലൊരു പുതിയ ബെഞ്ച് മാർക്കാവും. ഇപ്പൊ ലൂസിഫർ തന്നെ മലയാളത്തിൽ പല ബെഞ്ച് മാർക്ക് ഉണ്ടാക്കി. ഫസ്റ്റ് ഡേയിലും ഈ ഓവർസീസിൽ നിന്ന് 50 കോടി കളക്ട് ചെയ്യുന്ന ആദ്യത്തെ മലയാളം മൂവിയായി. പിന്നെ പല ഭാഷയിൽ ശ്രദ്ധിക്കപ്പെട്ട് ആ രീതിക്ക് ഭയങ്കര ചർച്ച ചെയ്ത പടമാണ് ലൂസിഫർ. അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ടാകുമ്പോൾ അതിലും ഹൈപ്പായി. ഇപ്പോൾ ഇടയ്ക്കൊരു ലൈക്കായിട്ടുള്ള പ്രശ്നം കാരണം ഒരു ഗ്യാപ്പ് വന്ന് ക്യാരക്ടർ പോസ്റ്ററൊക്കെ ഇറക്കിയതിന് ശേഷം ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ഓർത്ത് ഹൈപ്പൊക്കെ പോയി, എല്ലാ അടിയിൽ പോയി ഓർത്ത്. പക്ഷേ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ നല്ല രീതിക്ക് ബുക്കിംഗ് ഉണ്ട്. ട്രെയിലർ വന്നപ്പോൾ അതിലും തീയായി. എന്തായാലും പുതിയ റെക്കോർഡ്സും അല്ല മലയാള സിനിമേനെ വേറെ രീതിയിലേക്ക് എത്തിക്കുമെന്ന് തന്നെ പ്രതീക്ഷ. ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്കുള്ള റീച്ചിലേക്ക് പോകുന്ന തന്നെ പ്രതീക്ഷ. എന്തായാലും കാത്തിരുന്ന് കാണാം അല്ലേ. നമുക്കൊന്നാ വീഡിയോ വേണ്ടി പോയാലേ, വീഡിയോ വേണ്ടി പോയാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.